ഉക്രൈനും ബെലാറസിനുമിടയിൽ ഇപ്പോൾ വാക്പോര് രൂക്ഷമായി തുടങ്ങി. ഒരു വശത്ത് ബെലാറസ് റഷ്യയെ സഹായിക്കാനായി ഉക്രൈനിൽ ഒരു പുതിയ ഫ്രണ്ട് ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും എടുക്കുന്നുണ്ട് എന്ന് ഉക്രൈൻ ബെലാറസിന് നേരെ ഒരു കുറ്റാരോപണം നടത്തി. അതുപോലെ ബെലാറസ് പ്രസിഡന്റിനും റഷ്യയ്ക്കും ഇടയിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന സമയത്ത് ഉക്രൈനും ബെലാറസ് പ്രദേശങ്ങളിൽ കൂടുതൽ സൈനികരെ വിന്യസിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കേഴ്സ്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ IAEAയുടെ ടീം സന്ദർശിക്കാൻ പോകുന്നുവെന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട സന്ദർഭമായി കാണുന്ന ഈ ഒരു സമയത്ത് റഷ്യ ഒരു ഡോക്യുമെന്റ് പുറത്തിറക്കി. റഷ്യക്കെതിരെ UN നിരോധിച്ച ഒരു രാസായുധം എത്രയും പെട്ടെന്ന് ഉക്രൈൻ ഉപയോഗിക്കാൻ പോകുന്നു. റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള ഡോൺബോസ് മേഖലകളിലും കേഴ്സ് മേഖലകളിലും ഒരു രാസായുധ ആക്രമണം ചെയ്യാൻ ഉക്രൈൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് റഷ്യ പുറത്തുവിട്ടത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്കറിയാം. ട്രൈഎത്തനോളമൈൻ ഇത് വളരെ ഭീകരമായ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇത് മറ്റ് രാസപദാർത്ഥങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ വളരെ മോശമായ നൈട്രജൻ മിക്സ്ഡ് ഗ്യാസ് ഇത് പുറന്തള്ളും. ഇത് ഒരു വിഷവാതകം കാറ്റഗറി എന്ന് പറയാം, അല്ലെങ്കിൽ വളരെ അപകടകരമായ ഗ്യാസ് എന്നും പറയാം. ഏത് കാറ്റഗറിയിൽ വേണമെങ്കിലും ഇതിനെ ചേർക്കാം. മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും വിനാശകരമാകുന്ന ഒന്നാണിത്. അല്ലെങ്കിൽ ഇത് പടരാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലുമുള്ള ജീവജാലങ്ങളും ശ്വാസകോശം വഴി ശ്വസിക്കാൻ കഴിവുള്ള എല്ലാ ജീവജാലങ്ങളെയും കൊന്നു തള്ളാൻ കഴിവുള്ള ഒരു ഗ്യാസാണ് ഈ നൈട്രജൻ മിക്സ്ഡ് ഗ്യാസ്. ഇത് നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുള്ള 500 ടണ്ണോളം വരുന്ന ബോക്സുകൾ കണ്ടെത്തിയതായി റഷ്യ അറിയിച്ചു. തുടക്കത്തിലും ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. 2022 റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ ഡോൺബോസ് കൂടാതെ സാബ്രോസീഷ്യ ഈ പ്രദേശങ്ങളെ റഷ്യ ഉക്രൈന്റെ നിയന്ത്രണത്തിൽ നിന്നും എടുക്കുന്നതിന് മുൻപ് ഒരു കാര്യം റഷ്യ പറഞ്ഞിരുന്നു. ഇവിടെ ഒരുപാട് ബയോളജിക്കൽ ലാബുകളുണ്ട്. ഒരു ബയോ വെപ്പൺ നിർമ്മിക്കുകയും റഷ്യയ്ക്ക് അനുകൂലമായുള്ള ആളുകളിൽ പ്രയോഗിക്കാനുള്ള ശ്രമം ഉക്രൈൻ നടത്തിയിരുന്നു. ഇവയ്ക്കെല്ലാം തെളിവുകൾ ഉണ്ടെന്ന് പറയുകയും ചില ഡോക്യുമെന്റ്സ് ആ സമയം അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ സമയം പോലും ആ ലാബിൽ അതിനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാൽ ഇപ്പോൾ ഉക്രൈൻ നിയന്ത്രണത്തിലുള്ള ചില സ്ഥലങ്ങൾ, ബ്രോക്കോട്സ് പോലുള്ള ചില പ്രദേശങ്ങൾ റഷ്യൻ ഭാഗങ്ങളിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പ്രധാനപ്പെട്ട ടൗൺ അടുത്ത 3 ദിവസത്തിനുള്ളിൽ റഷ്യയുടെ കീഴിലാകും എന്നും പറഞ്ഞിട്ടുണ്ട്. ആ ടൗണിന്റെ എൻട്രൻസിനെ ചുറ്റി വെറും 7 കിലോമീറ്റർ ദൂരത്തിൽ റഷ്യയുടെ സൈന്യം എത്തിയിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ തീർച്ചയായും ആ ഒരു ടൗണും റഷ്യൻ നിയന്ത്രണത്തിലേക്ക് വരും. ഇങ്ങനെ ഉക്രൈൻ പ്രദേശത്തിനുള്ളിൽ റഷ്യ ഒരു നേട്ടം കൈവരിക്കുമ്പോൾ പലയിടങ്ങളിലും ഇതുപോലുള്ള കെമിക്കൽ പദാർത്ഥങ്ങൾ, പ്രധാനമായും രാസായുധം വികസിപ്പിക്കാൻ കഴിവുള്ള കോർ സബ്സ്റ്റൻസ് ഇപ്പോൾ റഷ്യയുടെ കൈകളിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കിട്ടിയെന്ന് മാത്രമല്ല, അതിനെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്റ്, അതിന്റെ പേപ്പറൈസ്ഡ് ഡോക്യുമെന്റ്സും ഞങ്ങളുടെ പക്കൽ കിട്ടിയിട്ടുണ്ട് എന്ന് റഷ്യ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. ഇത് ഒരു പക്ഷേ സത്യമാണെങ്കിൽ UN സഭയിൽ പോലും ഉക്രൈന് വലിയൊരു സമ്മർദ്ദം ഉണ്ടാകാൻ ഇത് കാരണമാകും. കാരണം റഷ്യ ഇപ്പോൾ പിടിച്ചെടുത്ത ഈ ഒരു പദാർത്ഥങ്ങൾ എല്ലാം UN സിവിലിയൻ ആവശ്യങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്ന പട്ടികയിലുള്ളതാണ്. ഇത് ഉക്രൈൻ ചെയ്തുവെന്ന് റഷ്യ തെളിയിച്ചു കഴിഞ്ഞാൽ UN കൗൺസിൽ ഉക്രൈനെതിരെ ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് നടപടികളും എടുക്കേണ്ട ഒരു ആവശ്യത്തിലേക്ക് തള്ളപ്പെടും. ഇപ്പൊ ഇന്റർനാഷണൽ അറ്റോമിക് ഏജൻസിയുടെ പ്രസിഡന്റ് റഫേൽ ഗ്രോസ് വരുന്ന ചില ദിവസത്തിനുള്ളിൽ അവരുടെ എക്സ്പേർട്ട് ടീമുമായി ഈ കേഴ്സ്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റ് സന്ദർശിക്കുന്നതായും പറഞ്ഞിട്ടുണ്ട്. ഒരു 4 ദിവസങ്ങൾക്ക് മുൻപ് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിനടുത്ത് ഒരു ഡ്രോൺ ആക്രമണം ഉക്രൈൻ നടത്തി. എന്നാൽ റഷ്യ അവരുടെ ഇലക്ട്രോണിക് ജാമിംഗ് സിസ്റ്റം ഉപയോഗിച്ച് അതിനെ വെടിവെച്ച് വീഴ്ത്തി. ഇന്ന് പോലും ഉക്രൈന്റെ ഫോറിൻ മിനിസ്റ്റർ ഒരു കാര്യം പറഞ്ഞു: 500 മൈൽസ് റഷ്യ ടെറിട്ടറി ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. മൊത്തത്തിൽ 1200 മുതൽ 1300 കിലോമീറ്റർ വരെയും റഷ്യയുടെ ഭാഗങ്ങളെ ഞങ്ങൾ നിയന്ത്രണത്തിലാക്കി. വീണ്ടും അത് വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ നോക്കിയാൽ റഷ്യയ്ക്കും ഉക്രൈനും നടുവിലുള്ള ആ ഒരു ബഫർ സോൺ, റഷ്യൻ ടെറിട്ടറി, അവിടെ നിന്നും വെറും 40-45 കിലോമീറ്ററിനുള്ളിലാണ് ഈ കേഴ്സ്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉള്ളത്. ഒരുപക്ഷെ നാളെ ഈ ഒരു പ്രശ്നം കൈവിട്ടു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഒരു യുദ്ധം ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സന്ദർഭത്തിലേക്ക് വരുമ്പോൾ ആ സ്ഥലത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കാരണം ഉക്രൈന്റെ സാബ്രോസീഷ്യ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ ഏകദേശം ഒരു 2.5 വർഷത്തോളമായി റഷ്യ അവരുടെ നിയന്ത്രണത്തിലാണ് വച്ചിരിക്കുന്നത്. ഉക്രൈൻ വിചാരിച്ചാൽ പോലും അതിന് ആക്സസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അതൊരു ബഫർ സോൺ എന്നതിനപ്പുറം ഒരു പ്രൊട്ടക്റ്റഡ് സോണാക്കി മാറ്റിയിട്ടുണ്ട്. ബഫർ സോണിനും പ്രൊട്ടക്റ്റഡ് സോണിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ബഫർ സോണിൽ ഇടയ്ക്കിടയ്ക്ക് യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കും. എന്നാൽ റഷ്യ ഈ സാബ്രോസീഷ്യ റീജിയണിനെ അവരുടെ ഒരു പ്രൊട്ടക്റ്റഡ് സോണാക്കി കൊണ്ടുവന്നു. പ്രധാനമായും സാബ്രോസീഷ്യ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ ഉക്രൈനെ കൊണ്ട് ആക്സസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ഇതിന് പ്രതികാരം വീട്ടണമെന്ന ചിന്തയിൽ ഉക്രൈൻ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ, കേഴ്സ്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ഒരുപക്ഷെ ഒരു ആക്രമണം നടത്തിയാൽ അത് ചെർണോബൈലിനെക്കാട്ടിലും ഒരു വലിയ ന്യൂക്ലിയർ ഡിസാസ്റ്റർ അവിടെ കൊണ്ടുവരും. അതിന് കാരണം ചെർണോബൈൽ യൂസ് ചെയ്ത അതുപോലുള്ള ഗ്രാഫൈറ്റ് മോഡറേറ്റ് RBMK 1000 റിയാക്ടറുകളാണ്
ഈ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിലും ഇപ്പോൾ ആക്റ്റീവായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂളിംഗ് സിസ്റ്റം ഫെയിൽ ആവുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ടറെക്കാട്ടിലും ഈ റിയാക്ടറിലുള്ള കൂളിംഗ് സിസ്റ്റം ഫെയിൽ ആവുകയാണെങ്കിൽ ലോകം മറ്റൊരു ചെർണോബൈൽ ഇവിടെ കാണാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ IAEAയുടെ ഇൻവെസ്റ്റിഗേഷൻ അവസാനിച്ചതിന് ശേഷം സത്യത്തിൽ ഉക്രൈൻ കാരണം അവിടെ ഭീഷണി ഉണ്ടോ, അല്ലെങ്കിൽ റഷ്യ ഉക്രൈനെ പുറത്തേക്ക് കൊണ്ടുപോകാനായി ഇങ്ങനെ ഒരു വാർത്ത തെറ്റായി പുറത്തുവിടുകയാണോ എന്നുള്ളത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ തീർച്ചയായും നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റഷ്യയ്ക്ക് പിന്തുണയെ ബെലറസ് പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. 2022 പോലും ഉക്രൈനെതിരെ റഷ്യൻ ട്രൂപ്സിനെ അവർ അകത്തേക്ക് അയക്കുകയും ചെയ്തു. ഇത്രത്തോളം ഈ രണ്ട് നാടുകൾക്കുമിടയിൽ സൗഹൃദമുള്ളപ്പോൾ ബെലറസിന്റെ പ്രസിഡന്റ് ലുക്കോഷെങ്കോ ഒരു കാര്യം പറഞ്ഞു: ഞങ്ങളെ റഷ്യയിൽ നിന്നും വേർപെടുത്താൻ ഈ ലോകം മുഴുവനും ഞങ്ങളെ ചുറ്റി വളയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വരാനുള്ള ഒരുപാട് സഹായവും വരാനിരിക്കുന്ന പല വസ്തുക്കളും പരോക്ഷമായി ഇവർ തടയുന്നുണ്ട്. ഞങ്ങളെ കോർണർ ചെയ്യുന്ന രീതിയിൽ ഞങ്ങളിൽ ഒരു വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. ഇതൊക്കെ എപ്പോഴും നടക്കുന്ന കാര്യമാണ്. കാരണം ബെലറസിനും യൂറോപ്യൻ യൂണിയനും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, നിരവധി പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ ബെലറസിനും യൂറോപ്യൻ യൂണിയനും ഇടയിൽ ഈ ധാരാളം അഭയാർത്ഥികളെ തള്ളിവിടുന്നതിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രസ്താവന ഒരു വലിയ കാര്യമേ അല്ല. പക്ഷെ അടുത്ത് വന്നിരിക്കുന്ന കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ബെലറസിനും ഉക്രൈനും 1100 കിലോമീറ്റർ വരെയുള്ള അത്ര നീളമുള്ള ഒരു അതിർത്തിയാണുള്ളത്. ശരിയായി പറഞ്ഞാൽ 1050 കിലോമീറ്ററോളം വരുന്ന അതിർത്തി ഈ ബെലറസിനും ഉക്രൈനും നടുവിലുണ്ട്. ഈ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് സൗത്ത് ഈസ്റ്റേൺ സൈഡിൽ മാത്രം കൂടുതൽ സൈനികരെ ബെലറസ് നിർത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഉക്രൈൻ ഒരു ആരോപണം നടത്തി. ഒരു 1000-2000 പേരെ നിർത്തി എന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല. സാധാരണ ആ ഒരു ബോർഡറിലുള്ള സുരക്ഷാ ഗാർഡുകൾക്കും അപ്പുറം കഴിഞ്ഞ 3 ദിവസങ്ങളിൽ മാത്രം 110,000-ലധികം സൈനികരെ വളരെ ഫ്രഷായി ആ അതിർത്തിയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നുവെന്ന് ഉക്രൈൻ ഒരു പ്രധാനപ്പെട്ട ആരോപണം ബെലറസിനെതിരെ പറഞ്ഞു. ഇത് മാത്രമല്ല, ഒരു മുന്നറിയിപ്പും ഉക്രൈൻ നൽകി. അവർ പറഞ്ഞത്, അറിയാതെയാണെങ്കിൽ പോലും നിങ്ങൾ ഒരു തെറ്റായ കണക്ക് കൂട്ടലിൽ ഒരു പ്രശ്നം ഉക്രൈനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ട്രാജിക് ലോസ് ഉണ്ടാകും. അതൊരു സാധാരണ വാക്കയല്ല, വളരെ ദാരുണമായ നഷ്ടം അല്ലെങ്കിൽ ഒരു ദുരന്തം ബെലറസിന് സംഭവിക്കുമെന്ന് ഉക്രൈൻ അവരുടെ നിലപാട് വളരെ വ്യക്തമാക്കി പറഞ്ഞു. അപ്പോൾ ബെലറസ് എത്രയും പെട്ടെന്ന് റഷ്യയ്ക്ക് ഫേവറായി ട്രൂപ്സിനെ അകത്തേക്ക് അയക്കാനുള്ള സാധ്യതകളും ഇവിടെ അധികമാകുന്നുണ്ട്. ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾ തന്നെ നോക്കുക. ഹിസ്റ്ററി വിൽ റിപ്പീറ്റ് എന്ന രീതിയിൽ ഒരു 2.5 വർഷങ്ങൾക്ക് മുൻപ് 2022 ഫെബ്രുവരി മാസത്തിന് മുൻപ് എങ്ങനെയാണോ റഷ്യ അവരുടെ ആ ബോർഡർ റീജിയൻ മുഴുവനും, ആ ഉക്രൈനോട് ചേർന്നുള്ള അതിർത്തി പ്രദേശങ്ങൾ മുഴുവനും അവരുടെ ടാങ്ക്സ് നിർത്താൻ തുടങ്ങിയത്, വെറും 3 ദിവസത്തിനുള്ളിൽ അവരുടെ ട്രൂപ്പ് ഡെപ്ലോയ്മെന്റ് അധികമാക്കിയത്, അതുപോലുള്ള സമാനമായ കാര്യങ്ങളാണ് ഇപ്പോൾ ബെലറസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഒരു വലിയ പ്രശ്നം വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടുന്നുണ്ട്. ഇവിടെ ബെലറസിന്റെ പക്കൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉള്ളതാണ് ഉക്രൈൻ ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുന്നത്. കാരണം റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ പ്രശ്നം എത്രത്തോളം പോയിക്കൊണ്ടിരുന്നാലും അധികം ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാനുള്ള ഒരു ആവശ്യകത അവിടെ വന്നിട്ടില്ല. കാരണം പ്രശ്നം അധികമായപ്പോൾ പോലും റഷ്യ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു ആണവ ഭീഷണിയൊന്നും റഷ്യ മുഴക്കിയിട്ടില്ല. എക്സസൈസ് ചെയ്യും, ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കും എന്നൊക്കെ പറയും. പക്ഷേ അത്ര മേജറായ ഒരു എസ്കലേഷൻ ഈ യുദ്ധത്തിൽ നടന്നിട്ടില്ല. ഒരു പക്ഷേ F-16 അകത്തേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ F-16 കാരണം റഷ്യയ്ക്ക് നേരിട്ട് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ആണവായുധത്തിലേക്ക് ഈ ഒരു പ്രശ്നം കടക്കാം എന്നതൊഴികെ ഇപ്പോൾ ആണവായുധം ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇല്ല. ഒരു പക്ഷേ ബെലറസ് കാരണം ഉക്രൈന് നാളെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ, റഷ്യ ഉക്രൈൻ പ്രശ്നത്തിനുള്ളിൽ ബെലറസ് കടക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ഒരു ആണവ ദുരന്തം നടക്കാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. ആ സമയം യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാവരും വിചാരിച്ചാൽ പോലും ബെലറസിനെ അവരെ കൊണ്ട് തടയാൻ സാധിക്കില്ല. ഇത് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ബെലറസിൽ ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയം പിന്തുടരുന്നവർക്ക് അതറിയാൻ സാധിക്കും. ബെലറസ് ഉക്രൈനിൽ ഒരു ന്യൂക്ലിയർ സ്ട്രൈക്ക് ചെയ്യണമെന്ന് ചിന്തിച്ചാൽ, റഷ്യയ്ക്ക് വേണ്ടി ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഏത് രാജ്യം വിചാരിച്ചാലും ബെലറസിന് അതിൽ നിന്നും പിന്തിരിക്കാൻ സാധിക്കില്ല. നോർത്ത് കൊറിയയുടെ മാനസികാവസ്ഥ എന്താണോ അതേ ഒരു മാനസികാവസ്ഥയിലാണ് ബെലറസും ഉള്ളത്. ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഒരു ട്രയാങ്കിൾ പ്രശ്നം നടക്കുന്ന ആ ഒരു സമയത്ത് ഇറാൻ ഇറാഖ് ബോർഡറിൽ 40-ലധികം ദ്രവീകൃത പെട്രോളിയ വാതകം കൊണ്ടുപോയ ടാങ്കുകൾ കൂടാതെ ഓയിൽ ടാങ്കേഴ്സും പരസ്പരം കൂട്ടിമുട്ടി ഒരു വലിയ സ്ഫോടനമുണ്ടായി. ഇതിൽ 30-ലധികം ടാങ്കുകൾ ആ സ്ഥലത്ത് പൂർണ്ണമായും കത്തി നശിച്ചു. കൂടാതെ 10 പേർ സംഭവ സ്ഥലത്ത് മരിച്ചിരിക്കാമെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ ഈ ബോർഡർ ക്രോസിംഗിൽ രണ്ട് നാടുകളും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ പ്രത്യേകം ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഇതൊരു അപകടമാണോ, അല്ലെങ്കിൽ അതിനപ്പുറം ഇറാനെതിരെയുള്ള ശക്തികൾ കാരണം ഇവിടെ സംഭവിച്ചതാണോ എന്നുള്ള ഒരു അന്വേഷണം അവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഇസ്രായേൽ വീണ്ടും അവരുടെ ഒരു ബന്ധിയെ ഗാസയിൽ നിന്നും ജീവനോടുകൂടി തിരികെ കൊണ്ടുവന്നു. കുവൈത്ത് ഫർഹാൻ അൽഖാദിൻ എന്ന വ്യക്തിയെ
ഇന്നലെ സെൻട്രൽ ഗാസയിൽ നിന്നും തിരികെ കൊണ്ടുവന്നതായി ഇസ്രായേലിലെ ഡിഫൻസ് ഫോഴ്സസ് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. അതല്ലാതെ ആ ഒരു ഓപ്പറേഷനെ കുറിച്ച് അവർ വലിയ രീതിയിലൊന്നും പറഞ്ഞില്ല. അതിനെക്കുറിച്ച് പറയാൻ വിസമ്മതിച്ചു. കാരണം ഇപ്പോഴും ആ ഒരു മേഖലയിൽ കൂടുതൽ ഓപ്പറേഷൻസ്, പ്രവർത്തനങ്ങൾ ഇസ്രായേലിന്റെ IDF കാരണം നടക്കുന്നുണ്ട്. അതിനാൽ ഇതിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഒരുപക്ഷെ ഹമാസിനും ഇവർക്കും ഇടയിൽ വീണ്ടും പ്രശ്നങ്ങൾ കൂടാം. കൂടുതൽ ബന്ധികളെ ഇസ്രായേൽ തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഇവർ നടത്തും. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പ്രശ്നം, അടുത്ത ഭാഗത്ത് റഷ്യ ഉക്രൈൻ പ്രശ്നം, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റഷ്യയിലേക്ക് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പോയിട്ട് വന്നു. പിന്നീട് കീവിലേക്കും പോയി. ഇപ്പോൾ ഈ 2 വിസിറ്റും അവസാനിച്ചതിന് ശേഷം ഇന്ത്യയുടെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഇന്ത്യയെ ലോക നാടുകൾ നോക്കുന്ന ഒരു രീതി എന്നുള്ളത് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഇതിനിടയിൽ ഈ ഒരു ഹൈപ്പിൽ വീണ്ടും ഹൈപ്പ് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ റഷ്യയിൽ നിന്നും ഒരു ഫോൺ കോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിലേക്ക് വന്നു. 20 മിനിറ്റിൽ കൂടുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ആ ഒരു ഫോൺ കോളിലൂടെ സംസാരിച്ചു. ഇത് ക്രെംലിൻ ഔദ്യോഗികമായി തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഈ ഒരു കോളിൽ സമാധാനത്തെക്കുറിച്ച് വളരെയധികം സംസാരിച്ചതായും പറയുന്നു. ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിലുള്ള ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാമെന്നും ഈ 2 നേതാക്കളും ഈ കോളിലൂടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. മാത്രമല്ല, റഷ്യയിൽ നിന്ന് ഇന്ത്യയെ വേർപിരിക്കാൻ പല രാജ്യങ്ങളും ശ്രമങ്ങൾ നടത്തുന്നു. ഇന്ത്യയും പലയിടത്ത് റഷ്യൻ ആയുധങ്ങൾക്കപ്പുറം ചില പുതിയ ആയുധങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും കുറച്ച് ആയുധങ്ങൾ പുതുതായി ഇറക്കുമതി ചെയ്യണമെന്നുള്ള പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എങ്കിലും റഷ്യ, ഇന്ത്യ ഈ ഒരു ബന്ധം ഒരു സുസ്ഥിരമായ രീതിയിൽ പോകുന്നതായി ഒരുപാട് മിലിറ്ററി എക്സ്പേർട്സ് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.